ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ് IOQM 2021 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ലെറ്റ് ABC ബി എ ട്രയാങ്കിൾ വിത്ത് AB = 5, AC = 4, BC = 6. ഓക്കെ, സൈഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കൊരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യാം. ഇവിടെ ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABC. ലെറ്റ്സ് നെയിം ABC. ആൻഡ് ഈ ABCയിൽ നമ്മുടെ AB = 5, BC = 6, AC = 4. AC = 4 ആണെന്ന് തന്നിട്ടുണ്ട്. സൈഡ്സ് തന്നിട്ടുണ്ട്. ഇനി ബാലൻസ് എന്തൊക്കെയാണ് തന്നുള്ളത്? ദ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ഓഫ് C ഇന്റർസെക്ട് AB അറ്റ് D. ഓക്കെ, C എന്നുള്ള ആംഗിളിൻ്റെ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ. ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ഇന്റർസെക്ട് അറ്റ് D അല്ലേ. ABയിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് Dയിലാണ്. ആൻഡ് ഇനി എന്താണെന്നുള്ളത്? പോയിന്റ് M and N are taken on side BC and AC respectively such that DM parallel to AC and DN parallel to B. ഓക്കെ, സോ ഇവിടെ നമുക്ക് DM parallel to AC, DM parallel to AC and DN parallel to BC ആണ്. നമുക്ക് DN parallel to BC. DN parallel to BC ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് റെസ്പെക്റ്റീവ്ലി സച്ച് ദാറ്റ് യെസ് അത് പറഞ്ഞു. ഇനി ഇഫ് MN സ്ക്വയർ ഈക്വൽ ടു P/Q. ഓക്കെ, MN സ്ക്വയർ ഈക്വൽ ടു P/Q ആൻഡ് റിലേറ്റീവ്ലി പ്രൈം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അതായത് പിയും ക്യൂവും എന്താണ്? സിംപ്ലസ്റ്റ് ഫോമിലാണുള്ളത് അല്ലേ. പ്രൈം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് മോഡുലസ് ഓഫ് P - Q. ഓക്കെ, നമുക്ക് പിയും ക്യൂവും കാണണം. പിയും ക്യൂ എന്താണ്? P/Q എന്നുള്ള രൂപത്തിലാണ് MN സ്ക്വയർ ഉള്ളത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ P - Qൻ്റെ മോഡുലസ് ഫംഗ്ഷൻ മോഡുലസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ, ആ വാല്യൂവിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മാണ് കാണേണ്ടത്. സോ നമുക്കിപ്പോൾ എന്തൊക്കെ തന്നുള്ളത്? നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്. യെസ്, സൈഡ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഈ DC എന്നുള്ളത് ആംഗുലാർ ബൈസെക്ടറാണ് തന്നിട്ടുണ്ട് അല്ലേ. Cൻ്റെ ആംഗുലാർ ബൈസെക്ടറാണ്. സോ നമുക്കറിയാം ഈ ഒരു ആംഗുലാർ ബൈസെക്ടർ ടച്ച് ചെയ്യുന്ന ഈ ഒരു സൈഡിന് ഏത് രൂപത്തിലായിരിക്കും അതിൻ്റെ റേഷ്യോ, ഏത് റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക? ബാക്കിയുള്ള ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ റേഷ്യോയിലായിരിക്കും ഈ ഒരു സൈഡിന് കട്ട് ചെയ്യുക. സോ അതായത് ഇവിടെ AD by BD ഈക്വൽ ടു AC by BC. സോ ACൻ്റെ വാല്യൂ നമുക്കറിയാം, BCൻ്റെ വാല്യൂ അറിയാം, വിച്ച് ഈസ് 4 and 6. വിച്ച് ഈസ് ഈക്വൽ ടു 4/6 ഈക്വൽ ടു 2/3. ഓക്കെ, 2/3. AD by BD ഈക്വൽ ടു 2/3 ആണ്. നമുക്ക് ടോട്ടൽ ABൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ്. സോ AD എത്രയായിരിക്കും? 2/3 എന്നുള്ള രൂപത്തിലാവണമെങ്കിൽ AD 2 ആവണം ആൻഡ് BD ഈക്വൽ ടു 3 ആവണം അല്ലേ. യെസ്. ഇനി നമ്മൾ ഇവിടെ ഇൻസൈഡ് ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ DNCM ഇതിൽ DN പാരലൽ ടു BC ആണ്. സോ DN പാരലൽ ടു MC ആണ്. DN പാരലൽ ടു MC ആൻഡ് സിമിലർലി DM പാരലൽ ടു CN. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. സോ അതൊരു പാരലോഗ്രാം ആവും. ഇവിടെ ഒരു പാരലോഗ്രാമാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം ഇതൊരു ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ ആംഗിൾ Cയിൽ ഈ ഒരു ആംഗിളും സെയിം ആയിരിക്കും, സെയിം ആംഗിൾസ് ആയിരിക്കും. നമ്മൾ ഇവിടെ ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണലാണ് ഈ DC എന്ന് വരുന്നത് അല്ലേ. അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആംഗിൾസും സെയിം ആണെങ്കിൽ ഈ ഒരു പാരലോഗ്രാം എന്തായിരിക്കും? ഒരു റോംബസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. റോംബസിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. സോ ലെറ്റ്സ് സേ A, എല്ലതും A ആണെന്ന് വിചാരിക്കാം. യെസ്, ഞാൻ നെയിം ചെയ്തു, A ആണെന്ന് നെയിം ചെയ്തു. ആൻഡ് ഈ Aൻ്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. യെസ്, നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റുക? ഇവിടെ DN പാരലൽ ടു BC ആണ് തന്നത്. സോ നമുക്ക് ബേസിക് പ്രൊപ്പോർഷനാലിറ്റി തിയറം വെച്ചിട്ട് ഇവിടെ AD by AB ഈക്വൽ ടു CM by BC എന്ന് എഴുതി കൂടെ? യെസ്, എഴുതാൻ പറ്റും അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? AD by AB ഈക്വൽ ടു CM by BC which is equal to AD by AB 2 by AB എന്ന് പറഞ്ഞാൽ 5 ആണല്ലേ. 2/5 ഈക്വൽ ടു MCA ആണ്. A by BC ഈക്വൽ ടു 6. സോ വിച്ച് ഇംപ്ലൈസ് A ഈക്വൽ ടു എത്രയായിരിക്കും? 12/5 അല്ലേ. A ഈക്വൽ ടു 12/5. സോ നമുക്ക് ആ റോംബസിൻ്റെ സൈഡും കിട്ടി. റോംബസിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ A by 12/5 ആവും, ഇവിടെയും 12/5 ആയി. ഇനി നമുക്ക് കാണേണ്ടത് MN ആണ്. MN സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്.
നമ്മൾ ഇവിടെ ട്രയാങ്കിൾ MNC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊസൈൻ റൂൾ ഉപയോഗിച്ച് ആംഗിൾ സിയിൽ കൊസൈൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ട്രയാങ്കിൾ ABC-യിലും ആ സി എന്നുള്ള ആംഗിളിൽ കൊസൈൻ റൂൾ വെച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ട്രയാങ്കിൾ MNC എടുക്കുകയാണെങ്കിൽ MNC-യിൽ കോസ് സി ഈക്വൽ ടു ട്രയാങ്കിൾ MNC ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ MNC-യിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിളാണ് എടുക്കുന്നത് അല്ലേ. കോസ് സി ആകുമ്പോൾ ഇവിടെ A² + B² - C² / 2AB. സോ A² എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് CN² + MC² രണ്ടും സെയിം ആണ് അല്ലേ, 12/5. സോ 12/5 ഹോൾ സ്ക്വയർ + 12/5 ഹോൾ സ്ക്വയർ മൈനസ് MN² / 2AB, അതായത് 2 × 12/5 × 12/5 = 12/5 ഹോൾ സ്ക്വയർ. 12/5 ഹോൾ സ്ക്വയർ. സോ ലെറ്റ്സ് സേ ദിസ് ഈസ് ഇക്വേഷൻ 1. നമുക്ക് അതുപോലെ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ് സി ഈക്വൽ ടു എന്ത് പറയാം, ഇവിടെ ട്രയാങ്കിൾ ABC ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. കോസ് സി ഈക്വൽ ടു AC² + BC² - AB² / 2AB × AC. 2AC × BC. Cos C equal to AB². AB² ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. AC² + BC² - AB² / 2AB × വീണ്ടും AB മാറിയല്ലോ, AC × BC. അതായത് ഇവിടെ AC-ൻ്റെ വാല്യൂ അറിയാം, BC-ൻ്റെ വാല്യൂ അറിയാം അല്ലേ. AB 5 ആണ്. സോ ABയും BCയും നമുക്കറിയാം = 6² + 4². ഓക്കെ, ഞാൻ തിരിച്ച് എഴുതിയതാണ്. എന്തായാലും 6ഉം 4ഉം ആണ് വരിക. 6² + 4² - 5² / 2 × 6 × 4. ഓക്കെ, ലെറ്റ്സ് സേ ഇക്വേഷൻ 2. നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആയിട്ടുണ്ട്. സോ രണ്ട് സ്ഥലത്തും എല്ലാത്തിനും കോസ് ചെയ്യാൻ വരുന്നത് അല്ലേ. സോ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പയറിങ് 1 and 2. കമ്പയറിങ് 1 and 2 നമുക്ക് എന്ത് പറയാം, ഇവിടെ 12/5 ഹോൾ സ്ക്വയർ + 12/5 ഹോൾ സ്ക്വയർ 2 × 12/5 ഹോൾ സ്ക്വയർ അല്ലേ. 2 × 12/5 ഹോൾ സ്ക്വയർ -MN² / 2 × 12/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ 2നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 6² + 4² - 5² ആണ്. സോ 4² - 5² എത്ര, 16 - 25 which is equal to -9 അല്ലേ. സോ 36, 6² എന്ന് പറഞ്ഞാൽ 36 - 9 എത്രയാണ്, 27, which is equal to 27 divided by 6 × 4 24 24 + 2 48 ആണ് ഇക്വേഷൻ 2 വരിക. which is equal to 27/48. ഓക്കെ, 27/48 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ ഈ ഒരു സൈഡിനെ ഞാനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഡിനോമിനേറ്ററിനെ രണ്ടിലും തിരിച്ച് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 1 - MN² / 2 × 12/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 27/48. which is equal to നമുക്ക് ഇതിൽ നിന്ന് MN² പറയാൻ പറ്റും അല്ലേ. MN² ഈക്വൽ ടു ഇവിടെ MN² ഈക്വൽ ടു 1 - 27/48 × 2 × 12/5 ഹോൾ സ്ക്വയർ അല്ലേ. യെസ്, 12/5 ഹോൾ സ്ക്വയർ. സോ MN² ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും, 48 - 27 which is equal to 21/48 ആവും അല്ലേ. 21/48 ഓക്കെ ഇൻറ്റു 2 × let's say 12 × 12 divided by 25.
സോ ഇവിടെ 48 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 48ൽ 4 ടൈംസ് ആണ്, 12ൽ 1 ടൈം, ആൻഡ് വീണ്ടും നമുക്ക് 12നെ കട്ട് ചെയ്യാം 3 ടൈംസ് 1 ടൈം. നമുക്ക് എന്തായി 21 ഇൻറ്റു 6 അല്ലേ? 21 ഇൻറ്റു 3 എത്രയാണ്? 21 ഇൻറ്റു 3 ഈസിക്കൽ ടു 63, 63 ഇൻറ്റു 2 വിച്ച് ഈസിക്കൽ ടു 126. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ത് വരും? ന്യൂമറേറ്ററിൽ mn² ഈക്വൽ ടു 126 ഡിവൈഡഡ് ബൈ 25. സോ ഇതെന്തായി? ഇപ്പോൾ P/Q എന്നുള്ള ഫോമിലായി അല്ലേ? P/Q എന്നുള്ള ഫോമിലായി. നമുക്ക് കാണേണ്ടത് മോഡുലസ് ഓഫ് P മൈനസ് Q ആണ്. മോഡുലസ് ഓഫ് P മൈനസ് Q ആണ് നമുക്ക് കാണേണ്ടത്. മോഡുലസ് ഓഫ് P മൈനസ് Q വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 126 മൈനസ് 25 ഈസ് ഈക്വൽ ടു 101 അല്ലേ? ഇതിൻ്റെ ഡിജിറ്റ്സിന് സമ്മാണ് കാണേണ്ടത്. സോ 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഇവിടെ 2 ആണ് കറക്റ്റ് ആൻസർ.